ഹായ് നമസ്കാരം. ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതൊരു ചൊല്ലാണ്. പണ്ടത്തെ കാർന്നോമാർ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തിരുത്താനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണത്രേ അത്. എന്താണത്? ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തിരുത്താനായിട്ട് സഹായിക്കുന്നതാണ് ചൊല്ലിക്കൊട്. ചൊല്ലിക്കൊടുത്തതിന് ശേഷവും അതിൻ്റെ വരുംവരായികൾ പറഞ്ഞു കൊടുത്തതിന് ശേഷവും ആ വ്യക്തിയിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് തല്ലിക്കൊട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീണ്ടും ആ ചെയ്ത തെറ്റിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുക്കുകയും ചെറിയ ചെറിയ പണിഷ്മെൻറ്റുകൾ കൊടുത്ത് നേരായ വഴിക്ക് നയിക്കുകയും ചെയ്യുക. ഈ 2 സ്റ്റെപ്പിന് ശേഷവും ആ വ്യക്തിയിൽ ഒരു മാറ്റവും കണ്ടിട്ടില്ലെങ്കിൽ പിന്നീട് തള്ളിക്കളയാനാണ് പറയുന്നത്. ആ ഒരു തള്ളിക്കളയലിൽ നമ്മുടെ ഹെൽപ്പില്ലാതെ സ്വയം തെറ്റ് മനസ്സിലാക്കാനും തിരിച്ചു വരാനും ആ വ്യക്തി ശ്രമിക്കും. അങ്ങനെ ഒരു ശ്രമം ആ വ്യക്തിയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നീടത് മാറില്ല എന്നാണ് പഴമക്കാരുടെ അഭിപ്രായം. അപ്പോൾ ഒരു തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചാൽ അത് ചൊല്ലിയാലാണോ തല്ലുകൊണ്ടാലാണോ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞാലാണോ ആ ഒരു തെറ്റ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. താങ്ക് യു.